ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ രസമല്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ളൊരു മൈലാഞ്ചി ചെടിയാട്ടോ. നല്ല ഹൈറ്റിന് പോയിട്ടുണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു കുഞ്ഞൻ ചെടിയായിരുന്നു കേട്ടോ. ലക്കി രാവിലെ താഴത്തെ വീട്ടിലെ ലൂണയെ വിളിക്കുക കേട്ടോ. അവൻ കുറേ സ്റ്റാർ ഫ്രൂട്ട് വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതൊക്കെ ഇനി അതിനെ തീറ്റിപ്പിക്കണമെന്ന്. അതിന് കാലത്തെ അവരുടെ ഗേറ്റിന് പുറത്തും പോയി കുറേ പ്രാവശ്യം വിളിച്ചു കേട്ടോ. പഴുത്തിട്ട് പോലും ഇല്ലാത്ത സ്റ്റാർ ഫ്രൂട്ടുകളെല്ലാം കൂടെ പിച്ചി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കിത് ആനപ്പുളിഞ്ചിയാണ്. 2 ദിവസം മുന്നേ ഇതുപോലെ കുറേ പിച്ചി കൊണ്ടുവന്നായിരുന്നു. അന്ന് ഞാൻ വഴക്കും പറഞ്ഞായിരുന്നു കേട്ടോ പച്ച പിച്ചി കൊണ്ടുവന്നതിന്. ഇതിപ്പോൾ ഇവിടെ ആരും കഴിക്കത്തില്ല, എല്ലാം തറയെ പഴുത്ത് വീഴുക. പിന്നെ ബംഗാളികൾ പണിക്ക് വരുമ്പോൾ അവർ കുറേ പിച്ചി എടുക്കുന്നതാണ്. ഒഡീസയിലും ഇതുണ്ട് കേട്ടോ. ഞാനൊരു ദിവസം ചന്തയ്ക്ക് പോയപ്പോൾ കണ്ടായിരുന്നു. അവിടെ നമ്മൾ പണ്ട് മുളകൊക്കെ ഇങ്ങനെ വട്ടയിലയിൽ പകുത്ത് വെച്ചിരിക്കത്തില്ലേ, അതുപോലെ ഇത് പകുത്ത് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ മരമാട്ടോ ഉള്ളത്. അതാണെങ്കിൽ തറയിൽ മൊത്തം വീണിട്ട് ആർക്കും നടക്കാൻ പറ്റാത്തത് കണക്ക് കിടക്കുക. മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ബംഗാളികളൊക്കെ ഇവിടെ പണിക്ക് വരുന്ന സമയത്താണേലും ഒരെണ്ണം പോലും ഇത് കണക്ക് തറയിൽ കിടക്കത്തില്ലായിരുന്നു. അവരെല്ലാം പറക്കിയെടുത്തിട്ട് പോകുമായിരുന്നു. ലക്കിയുടെ വിളി കേട്ടിട്ട് ലൂണ കയറി വന്ന് ഇനിയിപ്പോൾ ആ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം കൂടെ അതിനെ കഴിപ്പിക്കാൻ നോക്കുക. ഇപ്പോൾ പൂച്ചയുടെ കടി കിട്ടി എൻ്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഈ ജീവികളോടുള്ള ഇഷ്ടം അവന് കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെ കൂടെ കളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാട്ടോ. ഇനിയിപ്പോൾ ഇവൻ്റെ പുറം മൊത്തം ഇതിൻ്റെ രോമമായിരിക്കും. എനിക്ക് ഈ ലൂണയെ പേടിയാട്ടോ. അടുത്തോട്ടൊക്കെ ചിലപ്പോൾ ചാടി കയറാൻ വരും. നല്ല സ്നേഹമുള്ള പട്ടിയൊക്കെ തന്നെയാണ്, എന്നാലും ഒരു പേടി. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് ചെടികൾ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് വെച്ചായിരുന്നു കേട്ടോ. ഇപ്പം നോക്കിയപ്പോൾ ആ വെച്ച ഭാഗം മൊത്തം കറയായിട്ടിരിക്കുന്നു. 2 സൈഡിലായിട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. ഒരു ഭാഗത്ത് സിമൻറ്റിൻ്റെ ചട്ടിയും മറ്റേ ഭാഗത്ത് പ്ലാസ്റ്റിക്കും ആയിട്ടാണ് വെച്ചിരുന്നത്. സിമൻറ്റ് ചട്ടിയുടെ അടിയും മറ്റേ പ്ലാസ്റ്റിക് പാത്രം കിട്ടത്തില്ലേ, അത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. അല്ലാതെ ഈ പ്ലാസ്റ്റിക് പാത്രം വെക്കാത്ത അതിൻ്റെ അടിഭാഗം മൊത്തം കറയായിട്ടുണ്ട്. ഇന്നിനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മിനുക്കലാ പണി. എന്നിട്ട് ഈ ഉള്ള ചെടികളെയൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്യണം. എന്താകുമെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറേ അടീനിയം ചീഞ്ഞു പോയി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെടികളൊക്കെ പോവും. അമ്മ ഇടയ്ക്ക് മാളുവിൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കാണ് കൂടുതൽ നഷ്ടം എനിക്ക്. ചെടിയൊക്കെ നശിച്ചു പോകുമെന്ന് വിചാരിച്ച് ചെടി നടലിനും കുറവില്ല, അതൊന്നും വാങ്ങി വെക്കലിനും കുറവില്ല കേട്ടോ. ഇപ്പോഴും കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ പോട്ടും വാങ്ങി കേട്ടോ. എൻ്റെ അടുത്തില്ലാത്ത ചെടികളൊക്കെ തരാൻ എനിക്ക് കുറേ ചെടി സ്നേഹികളായ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഇന്നലെ തന്നെ കണ്ടില്ലായിരുന്നോ എനിക്ക് കൊറിയർ വന്ന ഹോയ. ഞാൻ ആ ആളോടൊരു കുഞ്ഞ് തൈ ചോദിച്ചതാ കേട്ടോ. എനിക്ക് എത്ര പ്ലാന്റ്സാണെന്നോ തന്നത്. ഇങ്ങനെ ചെടികൾ തരുന്നതൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സാട്ടോ. പല പല ഗ്രൂപ്പുകളുണ്ട് ചെടികളുടെ തന്നെ. ഇവരെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട്. കുറേ നാൾ മുന്നേ എൻ്റെ അടുത്ത് അഗ്ലോണിമയുടെ ഒരു 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കെയറിങ് ഒന്നും അറിഞ്ഞുകൂടാതെ മൊത്തം ചീഞ്ഞു പോയി. പിന്നെ എനിക്ക് അഗ്ലോണിമ ഇഷ്ടമല്ലാതായി കേട്ടോ. അതിനെ ഞാൻ പിന്നെ നോക്കിയിട്ടേ ഇല്ല ആ ഭാഗത്തോട്ട്. അങ്ങനെ അഗ്ലോണിമയോടുള്ള സ്നേഹമൊക്കെ പോയിരിക്കുന്ന സമയത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റി കളക്ഷൻ കണ്ട് കേട്ടോ. ആളതിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ടേ പല പല വെറൈറ്റി ഫോട്ടോകൾ ഇട്ടിരിക്കുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പം അഗ്ലോണിമ നടണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, അപ്പം ഞാൻ നാട്ടിലല്ലല്ലോ. ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു കേട്ടോ എനിക്ക് അഗ്ലോണിമകളെല്ലാം ഇഷ്ടപ്പെട്ട് എനിക്ക് ഓരോ തൈകൾ തരണേന്ന്. അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിൽ കൂടുതൽ എടുക്കും കേട്ടോ ചെടികൾ കയ്യിൽ കിട്ടാൻ. അപ്പോഴത്തേക്ക് എല്ലാം ചീഞ്ഞു പോയി കാണും. ഞാൻ നാട്ടിൽ വരുന്ന സമയം നോക്കി ആളെനിക്ക് കുറേ അഗ്ലോണിമ തൈകൾ അയച്ചെന്ന് കേട്ടോ. അത്രയ്ക്ക് വെറൈറ്റി അഗ്ലോണിമ ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നു. ആളുടെ പേരാട്ടോ ദിൽഷ. ആളൊരു തൃശ്ശൂർകാരിയാണ്. തൂക്കുചട്ടികളിലെയും പ്ലാന്റ്സ് എല്ലാം കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതൊക്കെ കരിഞ്ഞിരിക്കുന്നതാണ് ഒരു രസവും ഇല്ല കേട്ടോ. അത് ഇലകളുടെ സൈഡിലൊക്കെയാണ് കരിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ടൈപ്പ് ചെടി എന്തായാലും വെക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് നല്ല ജെറ്റ് പ്ലാന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ടട്ടിൽ വൈനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സ് മാറ്റി കൊടുക്കണം. ഇവിടെ അന്നേ നല്ല വെയിലടിക്കും കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഇവിടെ സെറ്റും ആവത്തില്ല. എന്നാലും ഇവിടെ വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും വന്ന് പ്ലാന്റ്സ് മാറ്റി വെക്കും. ഇവിടെ ഇനിയിപ്പോൾ ടട്ടിൽ വെയിലും വെക്കുന്നില്ല. ഇവിടെ അന്നേ ഭയങ്കര വെയിലാണ്. ഉച്ചയ്ക്കൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ കുറച്ച് ഉരച്ചെഴിയാൽ മതിയല്ലോ. ഇങ്ങനെ തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒടിഞ്ഞു വീഴാതിരുന്നാൽ മതി. എവിടേക്കോ പോയിട്ട് വീണ്ടും ലൂണ വന്നു കേട്ടോ. ലൂണ വന്നു കഴിഞ്ഞാൽ പിന്നെ ലക്കിക്ക് വീട്ടിലുള്ള എന്ത് സാധനം കൊടുത്താലും മതി വരത്തില്ല കേട്ടോ. വെള്ളവും സ്റ്റാർ ഫ്രൂട്ടും അവൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതിന് കൊടുക്കും.
വീട്ടിൽ ഈ ലൂണ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിടത്തില്ല കേട്ടോ ലക്കി. ഇത് വന്നാൽ ഉടനെ പോയി ഗേറ്റൊക്കെ അടച്ചു കളയും. ചെടിച്ചട്ടിയൊക്കെ പറക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ പാല് വന്ന്. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അമ്മ സ്ഥിരമായിട്ട് പാല് വാങ്ങിക്കുന്നത്. ഈ ചേട്ടൻ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതാട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മീൻ വന്നു കേട്ടോ. ഇതുപോലെ പച്ചക്കറിയും കൊണ്ടുവരും ഇതുപോലെ വലിയ വണ്ടിയിൽ. ഇന്നീ ചേട്ടൻ്റെ കയ്യിൽ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് അയലയും പിന്നെ കുറച്ച് ചാളയും വാങ്ങിച്ച്. ചാള കിലോ 200 രൂപയാണ്. ഇങ്ങനെ ഈ മീനും പാലും പച്ചക്കറിയൊക്കെ രാവിലെ വീട്ടുമുറ്റത്ത് കൊണ്ടുവരുന്നത് എന്ത് ഹെൽപ്പാന്നോ. കുറേച്ചെ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഇത്രയും ചെടികളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയപ്പോൾ ക്ഷീണിച്ചു പോയി. ഇനിയിപ്പോൾ ചെടിച്ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കണം. മഴയില്ലാത്ത സമയം നോക്കി ഇരിക്കുക കേട്ടോ. മതിലിന് മണ്ടയിൽ വെച്ചിരിക്കുന്ന കുറച്ച് ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ചായിരുന്നേ. അത് ഇന്നലത്തെ മഴയിൽ ഒലിച്ചും പോയി. ഇനിയിപ്പോൾ അതിനൊക്കെ വീണ്ടും പെയിൻ്റ് അടിക്കണം. ഇപ്പം ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്നൊരവസ്ഥയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.